ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൈതഗോറസ് തിയറമാണ്. പൈതഗോറസ് എന്ന ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെയാണ് ഈ തിയറത്തിന് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ തിയറം പറയുന്നത് ഒരൊറ്റ കുഞ്ഞിക്കാര്യം മാത്രമാണ്. ഒരു മട്ടത്രികോണം പരിഗണിക്കുക, റൈറ്റ് ട്രയാങ്കിൾ പരിഗണിക്കുക. സൈഡ്സ് എ ബി സി ആയ ഒരു റൈറ്റ് ട്രയാങ്കിൾ പരിഗണിക്കുക. എ വശമാക്കി ഒരു സ്ക്വയർ വരച്ചു, ബി വശമാക്കിയും ഒരു സ്ക്വയർ വരച്ചു, സി വശമാക്കിയും ഒരു സ്ക്വയർ വരച്ചു. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ പൈതഗോറസ് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ. അതായത് ഇത് വശമാക്കി വരയ്ക്കുന്ന സ്ക്വയറിൻ്റെ ഏരിയയും ഇത് വശമാക്കി വരയ്ക്കുന്ന സ്ക്വയറിൻ്റെ ഏരിയയും കൂട്ടിയാൽ ഹൈപ്പോട്ടന്യൂസ് വശമായി വരുന്ന സ്ക്വയറിൻ്റെ ഏരിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൈഡ്സ് പറയുകയാണെങ്കിൽ ഇത് ബേസ്, ഇത് ഓൾട്ടിറ്റ്യൂഡ് ഉന്നതി, ഇത് ഹൈപ്പോട്ടന്യൂസ് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ. അതാണ് സിംപ്ലി പൈതഗോറസ് തിയറം പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ സി ആണ് കാണേണ്ടതെന്ന് വിചാരിക്കൂ. എയും ബിയും തന്നു, സി ആണ് കാണേണ്ടതെങ്കിൽ സ്ക്വയറിനെ ഇപ്പുറത്തേക്ക് ഇടുക. സ്ക്വയർ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ റൂട്ടാകും. റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ ബി ആണ് കാണേണ്ടത്. അപ്പോൾ ബീനെ ഒറ്റയ്ക്ക് നിർത്തുക. അപ്പോൾ സി സ്ക്വയർ, ഇത് പ്ലസ് എ സ്ക്വയർ ആണ്, ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് എ സ്ക്വയർ ആകും. അതിൻ്റെ റൂട്ട് എടുക്കുക. ബി സ്ക്വയർ ആണ്, അത് ഇങ്ങോട്ട് പോകുമ്പോൾ ഇതെടുക്കുക. എ ആണ് കാണേണ്ടതെങ്കിൽ എ അവിടെ നിർത്തുക. അപ്പോൾ ബി സ്ക്വയറിനെ സി സ്ക്വയറിൻ്റെ അടുത്തേക്ക് ഉണ്ട്. അപ്പോൾ സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഹോൾ റൂട്ട്. അതാണ് എയും ബിയും സിയും കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല, അതിൻ്റെ ആപ്ലിക്കേഷൻ കൂടി പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ഹൈപ്പോട്ടന്യൂസ്? അപ്പോൾ എന്താണ് ഹൈപ്പോട്ടന്യൂസ്? സി ഈക്വൽ ടു റൂട്ട് ഓഫ് 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. ഇതിൻ്റെ ഏരിയയുടെ ഇരുവശമായി ഉള്ളതിൻ്റെ സ്ക്വയറിൻ്റെ ഏരിയ പ്ലസ് ഇതിൻ്റെ ഏരിയയുടെ സ്ക്വയർ ആണ് സി സ്ക്വയർ. അപ്പോൾ സി എന്ന് പറയുന്നത് അതിൻ്റെ റൂട്ടായിരിക്കും. അപ്പോൾ നമുക്ക് റൂട്ട് 36 പ്ലസ് 64 വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് 100. റൂട്ട് 100 ഇപ്പോൾ റൂട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഏത് രണ്ട് ഈക്വൽ നമ്പർ കൊണ്ട് ഗുണിച്ചാൽ ആ നമ്പർ കിട്ടും, അതാണ് അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ റൂട്ട് 100 എന്ന് പറയുന്നത് 10 × 10 അല്ലേ. അപ്പോൾ 10 ആണ് ഹൈപ്പോട്ടന്യൂസ്. 6 8 10. സെക്കൻഡ് ഒരു ചോദ്യം നോക്കാം. ഇത് 5, ഇത് 4. വാട്ട് ഈസ് ദിസ് സൈഡ്? അപ്പോൾ ബി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വലുതിൽ നിന്ന് ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയറിൽ നിന്ന് ചെറുതിൻ്റെ സ്ക്വയർ കുറയ്ക്കുക. ഓക്കെ, 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ. ഇപ്പോൾ റൂട്ട് 25 മൈനസ് 16 വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് 9 ഇസ് ഈക്വൽ ടു 3. അപ്പോൾ ബേസ് എന്നിട്ട് 3 വരും, ഓൾട്ടിറ്റ്യൂഡ്. ഓക്കെ, ഇനി വേറൊരു കണക്ക് നോക്കാം. സെയിം തന്നെ 13 5 ഇതെത്രയാണ്? ഓക്കെ, അപ്പോൾ നമുക്ക് ബേസ് ആണ് ബി ഈക്വൽ ടു റൂട്ട് വലുതിൻ്റെ സ്ക്വയർ മൈനസ് ചെറുതിൻ്റെ സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് ആണ് കാണണമെങ്കിൽ ആ രണ്ട് ചെറിയ സൈഡ്സിൻ്റെയും കൂടി സ്ക്വയർ എടുക്കുക, റൂട്ട് എടുക്കുക. ബേസ് ആണ് കാണണമെങ്കിൽ വലുതിൻ്റെ സ്ക്വയറിൽ നിന്ന് ചെറുതിൻ്റെ സ്ക്വയർ കുറയ്ക്കുക, റൂട്ട് എടുക്കുക. ഓക്കെ, അതാണ് കാണേണ്ടത്. അപ്പോൾ വലുതിൻ്റെ സ്ക്വയറിൽ നിന്ന് ചെറുതിൻ്റെ സ്ക്വയർ കുറച്ച് റൂട്ട് എടുത്തു. ഇതിലൂടെ റൂട്ട് 169 മൈനസ് 25 ഈക്വൽ ടു റൂട്ട് 144 ഈക്വൽ ടു 12. ഓക്കെ, അപ്പോൾ ബേസ് വന്നിട്ട് 12. ഇത്രയുമാണ് പൈതഗോറസ് തിയറം പറയുന്നത്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.